എല്ലാവർക്കും ടെക്ലൈ മൾട്ടിലൈ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OnePlus Nord C4 ലൈനിനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യയിൽ നെക്സ്റ്റ് മന്ത് ലോഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ Geekbench 6ന്റെ സൈറ്റിലൊക്കെ ഇതിന്റെ ബെഞ്ച് മാർക്സ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ശരിക്കും പറഞ്ഞാൽ Oppo K12X എന്ന് പറഞ്ഞ ഫോണിന്റെ റീബ്രാൻഡ് ആയിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് വരുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഫസ്റ്റ് നമ്മൾ ബിൽഡിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 8.1 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. 191 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. മാറ്റ് പ്ലാസ്റ്റിക് ബാക്ക് അല്ലെങ്കിൽ ഗ്ലാസ് ബാക്ക് ആയിട്ടാണ് വരുന്നത്. കാരണം ഫോട്ടോസ് കാണുമ്പോൾ ശരിക്കും ഗ്ലാസ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. 2 കളേഴ്സാണ്, ഗ്രീനും ഗ്രേയും ആണ് വരുന്നത്. സോ ബിൽഡിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡായിട്ടാണ് വരുന്നത്. കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഫോണാണ്. സോ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു ബാലൻസ്ഡ് ഫോൺ അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നുന്നത് ബിൽഡിന്റെ കാര്യത്തിൽ. ഇനി ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ 8-ബിറ്റ് OLED പാനലാണ് വരുന്നത്. 2100 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് മാക്സിമം. 1600 നിറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് മോഡിലും 600 നിറ്റ്സ് ആണ് നോർമൽ മോഡിൽ കിട്ടുന്നത്. 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2 പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ഡിസ്പ്ലേക്കാണ് വരുന്നത്. കാരണം നമുക്ക് ഒരു AMOLED പാനലാണ് കൂടെ കിട്ടുന്നതുകൊണ്ട് അടിപൊളിയായിരിക്കും മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. 3.5 മില്ലിമീറ്റർ ജാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇനി പെർഫോമൻസിന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന സ്നാപ്ഡ്രാഗൺ 6S Gen 3 ആണ്. 6 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസറാണ് വരുന്നത്. കേൾക്കുമ്പോൾ പുതിയ പ്രോസറാണെന്നൊക്കെ തോന്നും, പക്ഷേ പഴയ പ്രോസറാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 695 ഒരു റീബ്രാൻഡ് വെർഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഓവർ ക്ലോക്ക്ഡ് വെർഷനാണിത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്പെക്കാണ് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒരു CPU ഓവർ ക്ലോക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 സിം അല്ലെങ്കിൽ ഒരു സിം അല്ലെങ്കിൽ SD കാർഡ് സപ്പോർട്ട് ചെയ്യും. സോ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആന്റിറ്റി സ്കോർ അതിന്റെ Geekbench സ്കോർക്ക് നോക്കുവാണെങ്കിൽ ആന്റിറ്റി ടോട്ടൽ 4,81,405 ആണ്. CPU 1,61,110, GPU 1,02,291 ആണ് വരുന്നത്. Geekbench 6 സിംഗിൾ 896, മൾട്ടി 2002. ഒരു ആവറേജ് പെർഫോം ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഗെയിം കളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 40 FPS ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു BGM 40 FPS കിട്ടുന്നൊരു പ്രോസറാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈമറി ഒരു 50 മെഗാപിക്സൽ f1.8 ആംപ്സ് വരുന്ന പ്രൈമറി സെൻസറാണ്. മാക്സിമം നമുക്ക് 1080p ഫുൾ HD 30 FPS വരെ കിട്ടത്തുള്ളൂ. കാരണം ചിപ്സെറ്റ് അത്ര സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. പിന്നെ 16 മെഗാപിക്സലിന്റെ f2.4 സെൽഫി ക്യാമറ. ഇവിടെ നമുക്ക് ഫുൾ HD 30 FPS ആണ് വരുന്നത്. ക്യാമറയും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പ്രൈമറി മാത്രമായിരിക്കും അത്യാവശ്യം നല്ലൊരു ബാക്കിൽ എടുക്കാൻ പറ്റിയ ഒരു ഉപയോഗിക്കാൻ പറ്റിയൊരു സെൻസർ ബാക്കിൽ. പിന്നെ സെൽഫി അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഇനി OSന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ Exynos 14 ആണ്. Android 14 വരുന്നുണ്ട്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. കാരണം ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ ആൻഡ്രോയിഡ് സപ്പോർട്ട് കാര്യത്തിലൊക്കെ. പിന്നെ Exynos ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒപ്റ്റിമൈസർ ആയിരിക്കും. പിന്നെ ആഡ്സും ബ്ലോട്ട്വേർഡ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓൾമോസ്റ്റ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു UI തന്നെയാണ് വരുന്നത് Exynos. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5500 mAh ബാറ്ററിയും വരുന്നുണ്ട്. 80 വാട്ട് ചാർജിങ്ങും വരുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കിട്ടുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ 80 വാട്ട് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2, Wi-Fi 5, USB Type-C 2.0 വരുന്നുണ്ട്. 3.5 മില്ലിമീറ്റർ ജാക്ക് വരുന്നുണ്ട്. ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് ആണ്. സോ കണക്ടിവിറ്റി കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. എല്ലാം കണക്ടിവിറ്റി കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സെൻസേഴ്സ് മോസ്റ്റ്ലി എല്ലാം വരുന്നുണ്ട്. ഇനി പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 2 വേരിയന്റ് ആയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. 8GB 128ഉം 8GB 256ഉം. സോ പ്രൈസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല, പക്ഷേ എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് ആണ് ഒരു 15,000 രൂപ. 14,999 ഈ ഫോൺ ഇറങ്ങുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതിന് മേളിലൊക്കെ ഒരു 17-18 പോയി കഴിഞ്ഞാൽ ഈ ഫോൺ നോക്കേ വേണ്ട. വേറെ ഫോൺ ഇഷ്ടം പോലെയുണ്ട് പ്രൈസ് റേഞ്ചിൽ. Realme P1 ഉണ്ട്. പിന്നെ ഇതിൽ താഴെ നമുക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ച് തന്നെ iQOO Xenon X വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 ഒക്കെ വെച്ചിട്ടുള്ള. സോ ഒരു പണിയാവും. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ 15,000 കറക്റ്റ് റേഞ്ചൊക്കെ ഇറക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതിലൊക്കെ മേളിൽ പോയി ഫോൺ എടുക്കരുത്. കാരണം അതിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇനി ഇന്നില്ല. ശരിക്കും പെർഫോമൻസ് ഒക്കെ വളരെ വീക്കാണ്. പിന്നെ എടുത്ത് പറയാവുന്നൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AMOLED പാനലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് പറ്റിയ ഫോണാണ്. അല്ലാണ്ട് വേറെ ഒരു ഹ്യൂജ് പ്ലസ് പോയിന്റ് ഒന്നും ഈ സ്മാർട്ട് ഫോൺ ഇല്ല. ഒരു 15K ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം നമുക്ക്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയോളൂ. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.